വളരെ കോൺഫിഡന്റോടുകൂടി പറയാണ് ഹൈറിച്ച് ഈ ഒരു ബഡ്സിൽ പെട്ടിട്ടില്ല എന്ന് ബഡ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ പുറത്തു വന്ന വലിയൊരു തട്ടിപ്പാണ് CSR ഫണ്ട് തട്ടിപ്പ്. ഈ കേസിൽ അന്വേഷണം മുറുകിയതോടെ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ നോക്കിയാണ് പല നേതാക്കളും. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കമുള്ളവരാണ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ നെട്ടോട്ടം ഓടുന്നത്. സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറാണ് മറ്റൊരാൾ. തൻ്റെ കുടുംബം വിറ്റും പണം നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് BJPയുടെ വലിയ നേതാവായ AN രാധാകൃഷ്ണനാണ്. അനന്തകൃഷ്ണൻ്റെ അഭിഭാഷകയായിരുന്ന ലാലി വിൻസെന്റ് തട്ടിപ്പ് കേസിൽ 7ാം പ്രതിയുമാണ്. എന്നാൽ താൻ വക്കീൽ ഫീസ് ആയിട്ടാണ് 40 ലക്ഷം രൂപ മേടിച്ചതെന്നും അവർ പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട VIP-കൾ ഈ തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നും അവരുടെ പേരുകൾ പോലീസിനോട് പറയുമെന്നും ലാലി വിൻസെന്റ് ഒരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട്. ഇതിലും വലിയൊരു തട്ടിപ്പ് കേസാണ് തൃശ്ശൂരിലെ ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനി നടത്തിയത്. ഇപ്പോൾ അവർക്കെതിരായി നിലകൊണ്ടവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഹൈറിച്ചിലെ കള്ളന്മാരായ ലീഡർമാർ. അതിനെ പിൻബലമായി അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലീഗൽ കമ്പനിയായ ന്യൂട്ടൺ കമ്പനി ഈ കേസ് ഏറ്റെടുത്തു എന്നതാണ്. അവരുടെ അഡ്വക്കേറ്റ്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പോസ്റ്ററുകളും ഇവർ ഇറക്കിയിട്ടുണ്ട്. ഈ കേസിൽ നിന്നും, അതായത് ബഡ്സ് ആക്ടിൽ നിന്നും ഹൈറിച്ച് മണി ചെയിൻ തലയൂരും എന്നാണ് വക്കീലുമാർ കൊടുത്തിരിക്കുന്ന വാക്കെന്നാണ് ഈ മണ്ടന്മാർ വിളിച്ചു കൂവുന്നത്. അതിനൊരു കാരണമായി അവർ പറയുന്നത് ഈ പറയുന്ന ബഡ്സ് ആക്ട് എഴുതിയുണ്ടാക്കിയ വക്കീലാണത്രേ ഇവർക്ക് വേണ്ടി അപ്പീൽ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഹൈറിച്ച് ഒരു മണി ചെയിൻ കമ്പനി അല്ലെന്നാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ ബഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ള ബഡ്സിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത് ഈ മനോജ് സാർ എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് നമ്മുടെ കേസിന്റെ ഇന്നലത്തെ ഓർഡറും അല്ല കേസിന്റെ നടപടികളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് ഇത് നിങ്ങളെ കമ്പനി ഒരിക്കലും ബഡ്സിൽ പെടുന്നില്ല. അതിന് ഇപ്പൊ ഈ ഓർഡറിലുണ്ട്, നിങ്ങൾക്ക് അടുത്ത മേൽക്കോടതിനെ സമീപിക്കാം. ഹൈറിച്ചിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ വിധി സ്ഥിരപ്പെടുത്തിയത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരോ നെഗറ്റീവ് ഗ്രൂപ്പുകാരോ അല്ല. കോടതിയാണ് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം ആ വിധി പറഞ്ഞത്. പാവപ്പെട്ട മെമ്പേഴ്സിനെ പറ്റിക്കാൻ നിങ്ങൾക്ക് അപ്പീൽ പോകാവുന്നതാണ്. പക്ഷേ ആ പേരിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ പ്രശസ്തമെന്ന് പറയപ്പെടുന്ന ഒരു ലീഗൽ ഫേമിനെ കൂടെ നിങ്ങൾ അപഹാസ്യരാക്കുകയാണ്. ബഡ്സ് ആക്ട് എഴുതി തയ്യാറാക്കി ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്ത ആൾ അതേ ബഡ്സ് ആക്ടിൽ നിന്നും ഹൈറിച്ച് എന്ന മണി ചെയിൻ കമ്പനിയെ രക്ഷിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്നത് അത് കേട്ടാൽ നിങ്ങളോട് സഹതാപം മാത്രമാണ് തോന്നുന്നത്. ഹൈറിച്ചിനെതിരായി വാർത്ത കൊടുത്തവരെയൊക്കെ ജയിലിൽ അടക്കും എന്നുള്ള നെകളിപ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളുടെ പമ്പര വിഡ്ഢികളായ മെമ്പേഴ്സാണ് സകലരെയും തെറി വിളിച്ച് നടന്നത്. ഇപ്പോഴും എല്ലാ വീഡിയോയ്ക്ക് താഴെയും നിങ്ങളുടെ തെറിവിളികൾ അതേപോലെ കിടപ്പുണ്ട്. എല്ലാ കാലത്തും മണി ചെയിൻ നടത്തിയ ആളുകളെ പറ്റിച്ച് തിന്നാനാകില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിക്ക് പൂട്ട് വീണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ കരഞ്ഞു തീർക്കുക. ഐസക് ന്യൂട്ടനോ ആൽബർട്ട് ഐൻസ്റ്റീനോ തോമസ് ആൽവ എഡിസണോ വന്നാലും മണി ചെയിൻ ഈ നാട്ടിൽ നിയമവിരുദ്ധമാണ്. അത് ചെയ്ത പ്രതാപനും ശ്രീനയും അടക്കമുള്ള നിങ്ങളെല്ലാം കുറ്റക്കാരുമാണ്. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പ്രൈമറി ആക്ഷൻ പോലും നമ്മുടെ ഈ കേസിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളെ അവർക്കെതിരെ ചിലപ്പോൾ അതിന് ആക്ഷൻ എടുക്കണം, അതൊന്നും എടുത്തിട്ടില്ല. യൂട്യൂബേഴ്സിന് ആക്ഷൻ എടുക്കണം, അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രൈമറി സെഷനിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരൊക്കെ നമുക്കെതിരെ കമ്പനിക്കെതിരെ നെഗറ്റീവ് വീഡിയോസ് ഉണ്ടാക്കുന്ന അവർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കാൻ പോകുന്നു. അപ്പൊ അതെല്ലാം സഡൻ ആക്ഷൻ ഉണ്ടാവും. ഈ പറയുന്ന കുട്ടി ആഘോഷിക്കുന്ന കുറെ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് പിന്നീട് വഴിയിൽ കാണാം അവരെന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത്. അവരെ യൂട്യൂബൊക്കെ നമ്മൾ പൂട്ടിക്കും. ആ ലെവലിലാണ് പറഞ്ഞത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ പറഞ്ഞ സംസാരിച്ച ആളുകളൊന്നും ഇത്ര വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭയം പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റെടുത്ത ടീം, അതായത് ബഡ്സ് ആണ് ഇപ്പൊ നമ്മുടെ മെയിൻ വിഷയം. ഈ ബഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ള ബഡ്സിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത് ഈ മനോജ് സാർ എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് നമ്മുടെ കേസിന്റെ ഇന്നലത്തെ ഓർഡറും അല്ല കേസിന്റെ നടപടികളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് ഇത് നിങ്ങളെ കമ്പനി ഒരിക്കലും ബഡ്സിൽ പെടുന്നില്ല. അതിന് ഇപ്പൊ ഈ ഓർഡറിലുണ്ട്, നിങ്ങൾക്ക് അടുത്ത മേൽക്കോടതിനെ സമീപിക്കാം. അത് ഈ വരുന്ന ആഴ്ച, അടുത്ത ആഴ്ച തിങ്കളാഴ്ച മുതൽ അതിന്റെ കാര്യങ്ങളായിട്ട് പോവാണ്. അപ്പൊ അത് കോഷ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ MD തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.